കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്തേക്കാണ്. ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലേക്കും പിന്നെ വർക്കല ബീച്ചിലേക്കുമാണ് ഇന്നത്തെ യാത്ര. കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതിൽ കയറി നമ്മുടെ യാത്രത്തെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറി 3, 4 നമ്മുടെ നമ്പർ. അപ്പോൾ നമ്മുടെ വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ടായി, സ്റ്റേഷൻ വിട്ടു. ശരിക്കൊരു ഫ്ലൈറ്റിലൊക്കെ ഒരു ഫീലിംഗ് ആണ് വന്ദേ ഭാരത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ വന്ന പാടെ നമുക്കത് സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആണ് മൊത്തം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള സ്നാക്സ് ആണ് മൊത്തം. മേക്കർ, അത് ചൂടുവെള്ളം വരുമായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. അപ്പം പാറും കാര്യമായിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് ബ്രൂ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഏതിടണം എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തീരുമാനിച്ച് പാൽപ്പൊടി ഇട്ട് നന്നായി കലക്കുകയാണ്. അത് അറിയാം, അത് കാര്യമായിട്ട് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എൻ്റെ ഗ്ലാസ് വിടുന്നുണ്ട്, കാരണം അതങ്ങനെ കുളമാണെങ്കിൽ വേറെ നല്ലപോലെ വേറെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അടുത്തത് ബ്രൂയുടെ പാക്കറ്റ് ചെയ്യാണ്. ഏകദേശം കോഫി ആയിട്ടുണ്ട്. ഇനി ഷുഗർ കൂടി ഉള്ളൂ. അപ്പോൾ ഷുഗർ മിക്സ് ചെയ്യാണ്. ഇപ്പം എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത ശേഷം കറക്റ്റ് 6 മണിക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഷൊർണൂരിന് ശേഷം തൃശ്ശീവ പേരൂർ, നമ്മുടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടാ. ശേഷം നമ്മുടെ ഡിന്നർ എത്തിയിട്ടുണ്ട്. റൈസും പിന്നെ ചപ്പാത്തിയും കുറച്ച് ഐറ്റംസും ആണ് ഇന്നത്തെ ഡിന്നറിന്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം യാത്ര ആദ്യഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. വന്ദേ ഭാരതിൽ നിന്ന് നേരെ വണ്ടി ഇറങ്ങാനായിട്ടുള്ള പ്ലാനാണ്. ആദ്യം തന്നെ ലഗേജ് എടുത്ത് പുറത്ത് വെക്കുക, എന്നിട്ട് ഇറങ്ങുക. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ തമ്പാനൂരാണ്. തമ്പാനൂരടുത്ത് തന്നെയാണ് റൂമുള്ളത്. ലാൻഡ് എലഗൻസ് എന്ന റൂമിലാണ് നമ്മുടെ റൂം. അപ്പോൾ ഇപ്പോൾ രാവിലെയായി. രാത്രി വന്ന പാടെ നല്ല ഉറക്കം ഇറങ്ങി. അപ്പോൾ ഇനി ഒരു ചായ ഉണ്ടാക്കാൻ പോവാണ്. കാറ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ ഓർ കോഫി എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. യെസ്, നന്നായിട്ട് ഉറങ്ങി. അതാണ് വേറൊരു കാര്യം. സമയം ഇപ്പോൾ 9:30 മണിയായി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഒരു ഓട്ടോയിലാണ് യാത്ര. ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ടൗണിൽ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്തത്. നിറയെ കടകളാണ്. ഞായറാഴ്ചയാണ് ഇന്ന് ദിവസം, പക്ഷേ ഫുൾ കടകൾ തുറന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു അടിപൊളി ടെമ്പിള്, ഹനുമാൻ സ്വാമി ടെമ്പിൾ ട്രസ്റ്റാണ്. സോ അതിനു മുമ്പിലാണ്. നല്ല ആള് തിരക്കിലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു സൈഡ് വ്യൂ മാത്രമാണ് ഇത്. ഇവിടെ നിറയെ മീനുണ്ട്. മീന് പേരെന്താണെന്നറിയില്ല. പിന്നെ പ്രാവുകളൊക്കെ ഉണ്ട്. നല്ല മീനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിറയെ മീനുണ്ട്. ഇതൊക്കെ മീനുകളാണ്. ഈ കുളത്തിന്റെ സൈഡിലായിട്ടൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 20 രൂപ കൊടുത്താൽ ഒരു പൊതി നിറയെ കുറച്ച് പൊരി തരും. അത് ഈ കുളത്തിലിട്ട മീനുകൾക്ക് എറിഞ്ഞു കൊടുക്കാം. അതാണ് ഇവിടുത്തെ ആചാരം. എൻ്റെ പൊന്നെ, എന്തോരം മീനുകളാണ് നോക്കി. ഒരുപാട് മീനുകൾ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയം കണ്ടില്ല. ഓരോ മീനുകൾ. അങ്ങനെ ഞങ്ങള് മീനിന് ഈ പൊരി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് മീനുകൾ. അടിപൊളി. ഇവിടേക്ക് ആളുകൾ നമ്മൾ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ ആളുകളുണ്ട്. പിന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ട സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിലെ ഈ ഒരു സ്ഥലം. നല്ല തിരക്കുണ്ട്. നമ്മുടെ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഞായറാഴ്ചയുടെ തിരക്ക് പറഞ്ഞല്ലോ. ആദ്യമായിട്ടാണ് വരുന്നത്. മേ ബി ഇത് വലിയ തിരക്കായിരിക്കാം. എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം. നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെയൊക്കെ പോയി. ഉള്ളിൽ നിന്ന് ക്യാമറ യൂസ് ചെയ്യാത്തതുകൊണ്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് മൊബൈൽ പുറത്ത് വെച്ച് പിന്നെ അതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്തിപ്പോൾ ഇറങ്ങി. ഇപ്പോൾ നേരെ ഇനി വർക്കലയിലേക്കാണ് പോകുന്നത്. അവിടെ
പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നല്ല വെയിലുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫുഡ് അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കാനായിട്ട് ഒരു സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റ്, അത് നിയർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ കഫേ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നിന്നെങ്കിലും കഴിച്ചിട്ട് നേരെ നമ്മുടെ വർക്കിലേക്ക് ട്രെയിൻ കയറാം. നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരിച്ച് നമ്മുടെ വർക്കലയിലേക്ക് പോകാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ടിക്കറ്റ് എടുത്തു, 45 റുപ്പീസാണ് ഒരാൾ. ഇനി 3rd പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നമ്മൾ അടുത്ത യാത്ര ചെയ്തത് വർക്കലയിലേക്കാണ്. അതിനായിട്ട് വർക്കല ശിവഗിരിയിലാണ് നമ്മുടെ അടുത്ത സ്റ്റേഷൻ. അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ചാണ് നമ്മുടെ കഫേ സർവ എന്ന് പറയും നമ്മുടെ റിസോർട്ടിലേക്ക് യാത്ര ചെയ്തത്. കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. ഈ റൂം ബുക്ക് ചെയ്തത് പാറു ആയതുകൊണ്ട് തന്നെ ആൾക്ക് നമ്മുടെ ബീച്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. സോ നമ്മൾ അതിനനുസരിച്ചുള്ള റൂമൊക്കെയാണ് ഇവിടെ ബുക്ക് ചെയ്തത്. കണ്ടപാടെ ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ബാക്കി കാഴ്ചകൾ പിറകെ വരുന്നുണ്ട്, കാണാം. നമ്മുടെ വർക്കല ബീച്ചിലുള്ള നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമാണത് ഇത്. ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല, നല്ല സ്പേഷ്യസ് ആണ്. നല്ല സ്പേസ് ഉണ്ട്. അടിപൊളി വ്യൂ ഉള്ളൊരു റൂമാണ്. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ബീച്ച് ഇരിക്കുന്നത്. സോ നേരെ കാണുന്നതാണ് ആ ബീച്ച്. പിന്നെ നല്ല വ്യൂ ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി ഇതുപോലത്തെ റൂംസാണ്. ആ റൂംസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നല്ലൊരു ഗാർഡനിങ് സൈറ്റുണ്ട്. എന്തോ വർക്ക് കൊടുക്കുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. സോ അതിപ്പോൾ ഒരു 5 മണിയോട് കൂടിയിട്ട് നമ്മൾ അത് കഴിയും. ഇത് റൂം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ കാൻഡിൽ ഡിന്നർ എന്താ പറയാ, കാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതെ, കാൻഡിൽ ലൈറ്റ്. നമുക്ക് അതിനുള്ളൊരു ഇതുണ്ട്. ഫുള്ളി വുഡനായിട്ടുള്ള ഫർണിച്ചറാണ്. നല്ല രണ്ടുപേരും ഇരുന്നിട്ട് നമുക്ക് ട്രാൻസ്പാരൻസ് ഇരിക്കാം, മനോഹരമാണ്. നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു ബെഡ്. ഈ ഒരു ഹൈറ്റുള്ള ബെഡൊന്നും കേട്ടിട്ടില്ല. നമുക്ക് ഇത്ര ഹൈറ്റ് കാണാറില്ല. ഇത് ഫുള്ളായിട്ട് നമുക്ക് നിറവുണ്ട്. നന്നായിട്ട് നമ്മളെ കാണാൻ പറ്റും. പിന്നെ നല്ലൊരു ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെ ലൈറ്റിന് പോലെയാണ്. നല്ല വലിയ ഒരു സമചന്ദ്രൻ പോലെയുള്ള ഒരു ബാത്റൂമാണ്. ലൈറ്റ് നല്ലൊരു ബാത്റൂം. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ഉറപ്പായിട്ടുള്ള റൂമാണ്. പിന്നെ നൈറ്റ് വ്യൂവിൻ്റെ കാര്യം നമുക്ക് നോക്കാം. പിന്നെ എന്തെങ്കിലും പുറത്തേക്ക് നോക്കിയിരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ ഒന്നും സെറ്റ് ആയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല. രാത്രി ആകുമ്പോൾ ഞാനങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമായിരിക്കും. ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഉടനായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ഉള്ളിലാണ് ലൈറ്റിംഗ് ഉള്ളത്. നല്ലൊരു ഡാർക്ക് ഇതുണ്ട് കാണാനായിട്ട്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പാറവിൻ്റെ ഒപ്പീനിയൻ നോക്കാം. വേറെ എങ്ങനെയുണ്ട് റൂം? അടിപൊളി. ഇതെങ്ങനെ റൂം കണ്ടെത്തി? Booking.com. നല്ലൊരു എന്തായാലും നല്ലൊരു സെലക്ഷനാണ് പാറെടുത്തത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് CV റൂമാണത്. പക്ഷേ അത് ബുക്ക്ഡാണ്, നമുക്ക് കിട്ടിയില്ല. ഫുള്ളായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഉടനായിട്ട് ഞാൻ കാണിച്ചു തരേണ്ട അതിൻ്റെ വ്യൂ. ഈ സൈഡിലൊക്കെ ഉള്ള റൂം കൊടുക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇതാണ്. കുഴപ്പമില്ല, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ CV കുറച്ചുകൂടെ അടിപൊളിയാണ്. ഈ റൂംസ് നമുക്കത് കാണാമല്ലേ പറയും. നമുക്കത് കുറച്ച് കഴിഞ്ഞ് പോകാം. പിന്നെ ഇത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇറങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് നോക്കണം. ഇനിയൊന്ന് കുളിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം. അതെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. ആദ്യം ഈ കോളൊന്ന് മാറ്റട്ടെ. നല്ല തലവേദനയൊക്കെ ഉണ്ട്. കാരണം ഇവിടെ വരുന്ന സമയത്ത് വന്ന ട്രെയിൻ ഭയങ്കരമായിട്ട് റഷായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം. അടിപൊളി റിസോർട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ റൂം ഇതാണ്. ഇനിയൊരു മേലോട്ടും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഗാർഡൻ വ്യൂ. ഇവിടെയൊക്കെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കുള്ള വഴിയാണ്. ബീച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ ആൾക്ക് ബീച്ച് സൈഡുള്ള റൂംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ബീച്ച് വ്യൂ. ഹെവിയാണ്, വേറെ ലെവൽ. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ സൂര്യൻ അങ്ങനെ ഇരിക്കാണ്. ബീച്ച് വ്യൂ ഇതാണ്. കുറേ പേര് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ടുള്ള വ്യൂ കാണാം. കുറേ വിദേശീയരായിട്ടുള്ള കുറേ പേരുണ്ടെന്ന് കാണാം. ഹെവി വ്യൂ ആണ്. താഴേക്ക് ആളുകൾ ബീച്ചിലൊക്കെ കുളിക്കുന്നതൊക്കെ കാണാം. കുളിക്കുകയാണോ കളിക്കുകയാണോ? പറ, എങ്ങനെയുണ്ട് ബീച്ച് വ്യൂ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ?
എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബീച്ച് കേരളത്തിൽ ആദ്യമായിട്ട് നിൽക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഗോവയിൽ നിന്നുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വ്യൂ ഉള്ളൊരു ബീച്ചിൽ നിൽക്കുന്നത്. ഞാൻ ഫോട്ടോയിൽ കണ്ട സമയത്ത് ഇത്രത്തോളം ഉള്ളെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്നും പറയാനില്ല, പറവൂരിന്റെ ഒരു സെലക്ഷൻ ഗംഭീരമാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. അതിൻ്റെ സ്റ്റെപ്പാണ്. കുറച്ച് പണിയുള്ള സ്റ്റെപ്പ് തന്നെയാണ്. നന്നായിട്ട് നോക്കിയിട്ട് തന്നെ ഇറങ്ങണം, അല്ലെങ്കിൽ മൂക്ക് കുത്തി താഴെ വീഴും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ട് ഇതാണ്, മേലെ കാണുന്ന റൂമാണ്. നമ്മൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലം ഈ ഭാഗത്ത് കാണാം. ഒരുപാട് പേരുള്ളൊരു സ്ഥലം കൂടിയാണത്. നല്ല തിരക്കുണ്ട് അവിടെ. പിന്നെ കുറേ ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. മേബി അവിടെയൊക്കെ റൂംസ് ഉള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങോട്ട് നടക്കുന്നില്ല. കുറച്ച് ലേറ്റായിട്ട് ഇവിടെ ഇറങ്ങിയ സമയത്ത് നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ്. വർക്കലയിൽ തന്നെ വരാനുള്ള പ്രധാന കാരണം ഈ ഒരു നൈറ്റ് ലൈഫ് കാണാനായിട്ടാണ്. ഒരു ഗോവൻ തീരത്ത് പോയി കഴിഞ്ഞാലുള്ള ഒരു അതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഈ നൈറ്റ് ലൈഫ് കാണാനായിട്ട് പല സ്ഥലത്തു നിന്നും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട ശേഷമാണ് ഈ ഒരു യാത്ര ഇവിടേക്ക് തന്നെ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഗോവയിൽ പോയ ആളുകൾക്കറിയാം, നൈറ്റാണ് ഗോവ ഒരുപാട് കളർഫുൾ ആവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കല ഈ നൈറ്റ് ലൈഫ്. ചില സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നൈറ്റ് ആകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കല. ഒരു നൈറ്റ് ലൈഫ് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്കല വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.